Welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, second subject Lifespan Psychology, Block 1, Unit 1, Concept of Development, Growth and Development. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ഡെവലപ്മെൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്ത് ടു ഡെത്ത് വരെയുള്ള ത്രൂ ഔട്ട് ദ ലൈഫിൽ വരുന്ന ഡെവലപ്മെൻ്റ് ആണ്. ആ ഒരു ഗ്രോത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ഡെവലപ്മെൻറ്റ് ആസ് പാറ്റേൺസ് ഓഫ് ചേഞ്ച് ഓവർ ടൈം. ഓരോ സമയത്തിനനുസരിച്ചും നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള പാറ്റേൺസിൽ ചേഞ്ച് ആണ് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ജസ്റ്റ് ഇൻവോൾവ് ദ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഗ്രോത്ത്. ഇത് വെറും ഒരു ബയോളജിക്കലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിലുള്ള ഗ്രോത്ത് മാത്രമല്ല, അതായത് അവരുടെ ശരീരത്തിൽ വരുന്ന ഗ്രോത്ത് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ ബയോളജിക്കലായിട്ടുള്ള ഗ്രോത്ത് മാത്രമല്ല ഇതിനകത്ത് പറയുന്നത്. ബട്ട് ആൾസോ ദ കോഗ്നിറ്റീവ് ആൻഡ് ദ സോഷ്യൽ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലേണിങ്, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ. നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ആസ്പെക്റ്റുകളും, നമ്മൾ എങ്ങനെയാണ് സോഷ്യലി വർക്ക് ചെയ്യേണ്ടത്, നമ്മളൊരു ഹ്യൂമൻ ബീങ് ആവുന്ന സമയത്ത് നമ്മൾ സോഷ്യലി ഒരുപാട് കമ്മിറ്റഡ് ആവേണ്ട സിറ്റുവേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ ചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്താണ് തിരയുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ വൈ പീപ്പിൾ ചേഞ്ച് ത്രൂ ഔട്ട് ലൈഫ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഓരോ സമയത്തിനനുസരിച്ചും എന്തുകൊണ്ടാണ് ലൈഫിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, മാറ്റങ്ങൾ വരുന്നത്. This field examines change across a broad range of topics including motor skills and other psychophysiological process. ഇതിനകത്ത് ഒരുപാട് രീതിയിലുള്ള എക്സാമിൻസ് നടക്കുന്നുണ്ട്, വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. ദ ടോപ്പിക്സ് ഇൻക്ലൂഡിങ് മോട്ടോർ സ്കിൽസ്, നമ്മുടെ ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ എബിലിറ്റീസ്, സ്കിൽസ്, അതുപോലെ തന്നെ നമ്മുടെ സൈക്കോഫിസിയോളജിക്കൽ പ്രോസസ്സുകളും. സൈക്കോഫിസിയോളജിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ഏരിയാസ് ഓഫ് പ്രോബ്ലം സോൾവിങ്, മോറൽ അണ്ടർസ്റ്റാൻഡിങ്, കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ലാംഗ്വേജ് അക്വിസിഷൻ, സോഷ്യൽ, പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽഫ് കൺസെപ്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് റെഫർ ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസിലാണ്? പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ നമ്മുടെ മോറൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച്. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, കൺസെപ്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ, ഓരോ ലാംഗ്വേജസ് പഠിക്കുന്നത്. അതുപോലെ സോഷ്യലി നമ്മുടെ പേഴ്സണാലിറ്റി, അതുപോലെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സെൽഫ് കൺസെപ്റ്റ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം. നമ്മുടെ ഒരു പേഴ്സൺ ആകുമ്പോൾ പേഴ്സണാലിറ്റി, ഐഡൻറ്റിറ്റി, സെൽഫ് അഫർമേഷൻ, സെൽഫ് കൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ചെയ്യും. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഗ്രോത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ ഇൻക്രീസ് ഇൻ സൈസ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോഗ്രഷൻ ടുവേർഡ്സ് മെച്യൂരിറ്റി. നമ്മുടെ ഒരു പ്രോഗ്രഷൻ വരുന്നത്, നമ്മുടെ മെച്യൂരിറ്റി ലെവലിലേക്ക് നമ്മുടെ പ്രോഗ്രഷൻ വരുന്നതിനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഈവൻ ദോ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിത്ത് കോമ്പറ്റൻസീസ് ഡെവലപ്പിംഗ്. കോമ്പറ്റീറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പീറ്റ് മീൻസ് മത്സരാത്മകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ദെൻ ഡിസപ്പിയറിംഗ്, ഓൺലി അപ്പിയർ അറ്റ് എ ലേറ്റർ ഏജ്. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ദാറ്റ് ഇൻ ഇൻക്രീസ് കോൺസ്റ്റൻ്റ്ലി, ബട്ട് റാദർ ഇൻ എ സീരീസ് ഓഫ് വേവ്സ് വിത്ത് ഹോൾ സെഗ്മെൻറ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് റീഒക്കറിംഗ് റെസ്പെക്റ്റീവ്ലി. ഫോർ എക്സാമ്പിൾ, ന്യൂ ബോൺ വാക്ക് ഇഫ് ഹെൽഡ് and then his ability disappears only to reappear at 8 or 10 months of age. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ കുറിച്ചും, അതുപോലെ ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഓരോ സ്റ്റേജിലും ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഫിസിക്കലായിട്ടുള്ള എബിലിറ്റീസ് മാത്രമല്ല, ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ബയോളജിക്കൽ ഗ്രോത്ത് മാത്രമല്ല ഇതിനകത്ത് റെഫർ ചെയ്യുന്നത്. സൈക്കോ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെ കുറിച്ച്, നമ്മുടെ മോട്ടോർ സ്കിൽസ്, കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ കുറിച്ച്, അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ്. ഡെവലപ്മെൻറ്റ് ചേഞ്ചസിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ദ ഗോൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ടു എനേബിൾ പീപ്പിൾ ടു അഡാപ്റ്റ് ടു എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ലീവ്. അവർ ജീവിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഒരു അഡാപ്റ്റേഷൻ സംഭവിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് എസെൻഷ്യൽ ടു അച്ചീവ് ദീസ് ചേഞ്ചസ്. അതായത് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടായാൽ മാത്രമാണ്, നമ്മൾ എന്താണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചേഞ്ചസ് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ്
റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പീപ്പിൾ ഹൂ മേക്ക് ഗുഡ് പേഴ്സൺ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് മസ്റ്റ് ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് ദിയർ ഇൻട്രസ്റ്റസ് ആൻഡ് ഡിസയേഴ്സ് ഇൻ വേസ് ദാറ്റ് ഗിവ് ദം സാറ്റിസ്ഫാക്ഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം കൺഫേം ടു അക്സെപ്റ്റ് സ്റ്റാൻഡേർഡ്സ്. ഇതിനകത്ത് പറയുന്നത് ആരൊക്കെയാണോ നല്ലൊരു പേഴ്സണായിട്ട് മാറാനും അതുപോലെ സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റിനും വിധേയമാകുന്നത്, അതിനൊരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അതെന്തായിരിക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ കൺഫേം ചെയ്യേണ്ടി വരും, അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ദ ലാക്ക് ഓഫ് ദീസ് ഓപ്പർച്യൂണിറ്റീസ് വിൽ റിസൾട്ട് ഇൻ ഫ്രസ്ട്രേഷൻ ആൻഡ് ജനറലി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് പീപ്പിൾ ആൻഡ് ലൈഫ് ഇൻ ജനറൽ. നമുക്ക് ലോസ് നമുക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒരുപാട് റൂൾസും കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവും. അതൊന്നും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മാറും ടുവേർഡ്സ് പീപ്പിൾ. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജനറലി നമ്മുടെ ലൈഫിൽ നമ്മൾ ത്രൂ ഔട്ട് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും കൂടുതലാണ് എന്നുള്ളതാണ്. ഗോൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ചില റൂൾസ് എല്ലാം ഫോളോ ചെയ്യേണ്ടി വരും, നമുക്ക് ഒരുപാട് നിയമത്തിന് വിധേയമാകേണ്ടി വരും. നമ്മുടെ മോറൽസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സൊസൈറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. നമ്മളതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിന് എതിരെയുള്ള ഒരുപാട് കോടതി കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻസൊക്കെ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് ഫ്രസ്ട്രേഷൻസ് നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു ഗോൾ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതെന്താണെന്ന് നോക്കാം. സോ ദ ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു അഡോളസെൻറ്റ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ് ഫ്രം ബർത്ത് ടു അഡോളസെൻറ്റ്. ബർത്ത് മുതൽ, അത് ജനനം മുതൽ അഡോളസെൻ്റ് ആകുന്നത് വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഫ്രം ന്യൂ ബോൺസ് ടു ടീനേജേഴ്സ് പാരൻസ് ഓഫൺ ഹാവ് ക്വസ്റ്റ്യൻസ് ഇഫ് ദിയർ ചിൽഡ്രൻ ആർ ഡെവലപ്പിംഗ് നോർമലി. അവർ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കുട്ടികൾ നോർമലായിട്ട് തന്നെയാണോ വളരുന്നത് എന്നുള്ളതാണ്. സോ ദ WHO ഈസ് ആൾസോ കോർഡിനേറ്റിംഗ് ആൻ international effort to develop children growth standards for infants and young children age 0 to 5 years. There is a process of child development which makes a growth curve. Growth curve is defined as a statistical curve derived from plotting weight and height against chronological age for comparing an individual child's growth pattern with the average age of growth. In short, we can say that personality is influenced by many factors and these factors are involved in the development of the personality of a child. Growth curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ defined as statistical curve ആണ്, derived from plotting weight and height against chronological age. So the growth curve എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് ആണ്. അത് ഡിറൈവ് ചെയ്യുന്നത് വെയ്റ്റും ഹൈറ്റും കൂടി അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്രോണോളജിക്കൽ ഏജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ആൻ ഇൻഡിവിജ്വൽ ചൈൽഡ് ഗ്രോത്ത് പാറ്റേൺ വിത്ത് ദ ആവറേജ് ഏജ് ഓഫ് ദ ഗ്രോത്ത്. ആ ഒരു സമയത്തുള്ള കുട്ടികളുടെ ഒരു ആവറേജ് ഗ്രോത്തും ഏജും ഒക്കെ നോക്കിയിട്ട്, ഏജും ഗ്രോത്തും തമ്മിലുള്ളൊരു ഡെഫിനിഷൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടുള്ള ഒരു കർവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദ പേഴ്സണാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് ആൻഡ് ദീസ് ഫാക്ടേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടൈമിലുള്ള എന്താണ്, ഇൻഫ്ലുവൻസേഷൻസ് ആണ്. സോ ദ സ്ട്രോങ്ങസ്റ്റ് ഫാക്ടർ ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി ഈസ് സൊസൈറ്റി ആൻഡ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ഇൻ ദ എൻവയോൺമെൻറ്റ്. സ്ട്രോങ്ങസ്റ്റ് ഫാക്ടർ ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റി, അതായത് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ ചൈൽഡിൻ്റെ എക്സ്പീരിയൻസസ് ആണ്. സൊസൈറ്റിയും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ, എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള ആ ഒരു മാറ്റങ്ങൾ തന്നെയാണ്. Most of the children's learning comes from the society, their surroundings and their experiences. So although these experiences are supervised by the parents and teachers, ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, പാരൻസും ടീച്ചേഴ്സും തന്നെയാണ്. മോർ ഓഫൺ ദേ ഒക്കർ ഇൻ സ്പോണ്ടേനിയസ് ഫാമിലി ഓർ നെയ്ബർഹുഡ് സെറ്റിങ്സ്. ഒരുപാട് കൂടുതലായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫാമിലിയോ അല്ലെങ്കിൽ നെയ്ബർഹുഡ് സെറ്റിങ്സ് ഒക്കെയാണ് അവർക്ക് കൂടുതലായിട്ടും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഫോർമേഷനിൽ. ആസ് സച്ച് വൺ ഫൈൻഡ്സ് ദാറ്റ് എവറി ചൈൽഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം the other. ഓരോ കുട്ടിയും ഓരോ കുട്ടിയിൽ നിന്നും വ്യത്യസ്തമാണ്. അനദർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി ഈസ് ദ കൾച്ചറൽ ഫാക്ടേഴ്സ്. അവരുടെ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ത്രൂ എവറിത്തിങ് ഫ്രം മ്യൂസിക്, ടെലിവിഷൻ ആൻഡ് ഇൻസിഡൻ്റൽ റിമാർക്സ് ഓവർഹിയർഡ് ബട്ട് ഹാർഡ്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ ചൈൽഡ് ടു ഡെലിബറേറ്റ് മോഡലിംഗ് ആൻഡ് ട്രെയിനിങ്. ദ ചൈൽഡ് ഈസ് എൻകറേജ്ഡ് ടു എംബോഡി ദ ടിപ്പിക്കൽ ഓർ ഐഡിയൽ പേഴ്സണാലിറ്റി ഓഫ് ഹർ കൾച്ചർ. സോ ഇതിനകത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്
ടെലിവിഷൻ ആവാം, ചിലപ്പോൾ മ്യൂസിക് ആവാം, ഇൻസിഡൻ്റൽ റിമാർക്സ് ആവാം, അവർ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത്, നമ്മുടെ ഫാമിലിയിൽ നമ്മളെ പാരൻസ് പറയുന്നതെല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറാം. പ്ലേസ് ഈസ് ദ തേർഡ് ഫാക്ടർ. അവരുടെ സ്ഥലം എന്ന് പറയുന്നത് തേർഡ് ഫാക്ടറായിട്ട് പറയുന്നുണ്ട്, വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ അഡീഷൻ ടു ദ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സും അവരുടെ പേഴ്സണാലിറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആസ് ചിൽഡ്രൻസ് ഗ്രോ അപ്പ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ, ദേ ലേൺ ടു മേക്ക് യൂസ് ഓഫ് ദിയർ ബോഡി പാർട്സ്. ചിൽഡ്രൻസ് ഗ്രോ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകും തോറും ദേ ലേൺ ടു മേക്ക് യൂസ് ഓഫ് ദിയർ ബോഡി പാർട്സ്. അവരുടെ ബോഡി പാർട്സ് യൂസ് ചെയ്യാൻ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ലേൺ ഹൗ ടു എക്സ്പ്രസ് ദംസെൽവ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഹൗ ടു എക്സ്പ്രസ് ആൻഡ് ദംസെൽവ്സ്, അവരായിട്ട് തന്നെ അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട്. സോ ദേ ആൾസോ ലേൺ ടു ഫോം റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അവരവരുടെ ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ട് സ്ഥാപിക്കാൻ പഠിക്കുന്നു. ഹൗ ടു കെയർ ഫോർ അതേഴ്സ്, എങ്ങനെയാണ് മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ടത്, അതെല്ലാം അവർ പഠിക്കുന്നു. ഹൗ ടു ലവ് ആൻഡ് ഹൗ ടു വർക്ക്, എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പഠിക്കുന്നുണ്ട് അവരുടെ ചുറ്റുപാടിൽ നിന്നും. സോ ഓവർ ദ ഇയേഴ്സ്, ഈ ഒരു വർഷങ്ങൾ കടന്നു പോകും തോറും പീപ്പിൾ ഹൂ സ്റ്റഡി ചിൽഡ്രൻ ഹാവ് ക്രിയേറ്റഡ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ഹൗ ചിൽഡ്രൻ ഡെവലപ്പ്. ഈ ഒരു തിയറിസ്റ്റുകൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് എവറി ചൈൽഡ് ഈസ് സ്പെഷ്യൽ ആൻഡ് ഗ്രോ ഇൻ ഹിസ് ഓർ ഹെർ യുണീക്ക് വേ. അവരുടേതായിട്ടുള്ള കൺസെപ്റ്റിൽ യുണീക്കായിട്ടാണ് ഓരോ കുട്ടിയും എന്ത് ചെയ്യുന്നത്, വളരുന്നത് എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റിൽ അവർ തിയറിസ്റ്റുകളെല്ലാം മനസ്സിലാക്കുന്നത്. They also have recognized that there are general patterns that children tend to follow as they grow up, and these patterns have been documented by the theorists. അതായത് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലായിട്ട് പറഞ്ഞാൽ ഓരോ പാറ്റേൺസിലാണ് ചിൽഡ്രൻ എന്ത് ചെയ്യുന്നത്, ഗ്രോ അപ്പ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺസ് എന്ന് പറയുന്നത് തിയറിസ്റ്റുകൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. Also there are 4 areas in which children's growth and development takes place in this discussed below. So ഇതിനകത്ത് പറയുന്നത് 4 ഏരിയാസിലാണ് ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നത്, ഗ്രോ ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നടക്കുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ചിൽഡ്രൻ ഗ്രോ ഇൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓവർ ദി ഇയേഴ്സ് ആൻഡ് ദിയർ അപ്പിയറൻസസ് ചേഞ്ചസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഡ്യൂറിങ് പ്യൂബർട്ടി. അവരുടെ ഒരു ഹൈറ്റും വെയ്റ്റും എല്ലാം എന്ത് ചെയ്യുന്നത്, ഓരോ വർഷത്തിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്, അപ്പിയറൻസ് ചേഞ്ച് ആവുന്നുണ്ട്, ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ട് അവർ വളരുന്നുണ്ട്. സോ ചിൽഡ്രൻ ആൾസോ ഡെവലപ്പ് സർട്ടൻ ഫിസിക്കൽ എബിലിറ്റീസ് ഡ്യൂറിങ് ദിയർ progression towards adulthood, including crawling, walking, running and possibly writing. So അവരുടെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രോഗ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അവർ ക്രോളിങ് ചെയ്യുന്നതിൽ, വാക്കിംഗ് ചെയ്യുന്നതിൽ, റണ്ണിങ് ചെയ്യുന്നതിൽ, പോസിബിളി റൈറ്റിംഗ് എഴുതുന്നതിലൊക്കെ. സോ ദെയർ മോട്ടോർ കോർഡിനേഷൻ ബിക്കംസ് വെൽ റിഫൈൻഡ് ആൻഡ് ദേ ക്യാൻ ഷൂട്ട് അക്രോസ് എ ടാർഗറ്റ് റിലേറ്റീവ്ലി മോർ ആക്യുറേറ്റ്ലി. സോ അവരുടെ മോട്ടോർ കോർഡിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിഫൈൻഡ് ആയിട്ട് മാറുന്നുണ്ട്. ദേ ക്യാൻ ഷൂട്ട് അക്രോസ് എ ടാർഗറ്റ് റിലേറ്റീവ്ലി മോർ ആക്യുറേറ്റ്ലി. സോ അതാണ് ഫിസിക്കലിനകത്ത് പറയുന്നത്. ഇനി എന്താണ് സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് വരുന്നത് നോക്കാം. സോ ദി ചിൽഡ്രൻ ആൾസോ ഡെവലപ്പ് ഫിസിയോളജിക്കലി ആൻഡ് കോഗ്നേറ്റീവ്ലി ആസ് ദിയർ ബ്രെയിൻസ് അബ്സോർബ്സ് മോർ ഇൻഫർമേഷൻ ആൻഡ് ദേ ലേൺ ഹൗ ടു യൂസ് ദാറ്റ് ഇൻഫർമേഷൻ. ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ട്, കോഗ്നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. സോ അവരുടെ ബ്രെയിൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫർമേഷൻസിനെ. ആ ഒരു ഇൻഫർമേഷൻസിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ലിറ്ററലി ചിൽഡ്രൻസ് ഹാവ് ടു ലേൺ ഹൗ ടു തിങ്ക് ഓൺ purpose and to process or organize all the information that comes to them from the environment. Children's എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലേണിംഗ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, അതുപോലെ അതെങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻഫർമേഷൻസിനെ. സോ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദേ മസ്റ്റ് ലേൺ ഹൗ ടു സോൾവ് പ്രോബ്ലംസ്. അവരെന്തായാലും പഠിച്ചിരിക്കണം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ടു ടോക്ക് ആൻഡ് ടു കംപ്ലീറ്റ് മെൻ്റൽ ടാസ്ക്സ് സച്ച് ആസ് റിമെമ്പറിങ് ടെലിഫോൺ നമ്പേഴ്സ് ഓർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. എങ്ങനെയാണ് ടെലിഫോൺ നമ്പേഴ്സൊക്കെ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്, മെൻ്റൽ ടാസ്ക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചെല്ലാം അവർ പഠിക്കണം എന്നുള്ളതാണ്. സോ സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നേറ്റീവിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ. ചിൽഡ്രൻ ഗ്രോ സോഷ്യലി ആൻഡ് ഇമോഷണലി. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലായിട്ടും അതുപോലെ ഇമോഷണലി എല്ലാം വലുതാവുന്നുണ്ട്. ഓരോ സ്റ്റേജിനകത്തും അവരുടെ ഇമോഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രായത്തിലും അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത്. സോ ദേ ലേൺ ഹൗ ടു ഇൻറ്ററാക്ട്
play, work and live with other people such as family, friends, teachers and employers. They learn how to understand both their own feelings and that of others' emotions. ചിൽഡ്രൻസ് വളരുന്നതിനനുസരിച്ച് അവർക്ക് ഇൻട്രാക്ഷൻസ് വേണം, അതുപോലെ അവർക്ക് കളിക്കണം, അവർക്ക് വർക്ക് ചെയ്യണം, മറ്റുള്ള ആളുകളുമായിട്ട് ജീവിക്കണം, ഒരുമിച്ച് ജീവിക്കണം, ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, ടീച്ചേഴ്സിൻ്റെ കൂടെ, എംപ്ലോയീസിൻ്റെ കൂടെ, അവരുടെ ഇടയിലെല്ലാം അവർക്ക് എന്ത് ചെയ്യണം, ഇൻട്രാക്ഷൻസ് നടക്കണം. സോ ദേ ലേൺ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ബോത്ത് ദെയർ ഓൺ ഫീലിങ്സ് ആൻഡ് ദാറ്റ് അതേഴ്സ് ഇമോഷൻസ്. അവർ പഠിക്കുകയാണ്, അവരുടെ തന്നെ ഫീലിങ്സും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസും എല്ലാം അവർ പഠിക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. ദേ ആൾസോ ലേൺ വേസ് ഓഫ് ഡീലിംഗ് വിത്ത് സ്ട്രോങ് ഇമോഷൻസ്. അവർക്ക് സ്ട്രോങ് ഇമോഷൻസുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. സോ അതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇൻ ഓർഡർ ടു ഫങ്ഷൻസ് വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ട്സ്. ഇൻ ഓർഡർ ടു ഫങ്ഷൻ വെൽ ആസ് ഇൻഡിപെൻഡൻറ്റ് അഡൾട്ട്സ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറണം അവർക്ക്. ഓക്കെ, സോ ഇമോഷണലി സോഷ്യലി എല്ലാം അവർ നന്നായിട്ട് ഡെവലപ്പ് ആവണം. ചിൽഡ്രൻസ് മസ്റ്റ് ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആസ് ദേ ഗോ ത്രൂ ദ ലോങ് പ്രോഗ്രസ് ഓഫ് ഫിഗറിങ് ഔട്ട് വാട്ട് ഷേപ്പ് ദെയർ ഐഡൻറ്റിറ്റി വിൽ ടേക്ക്. സോ ചിൽഡ്രൻസിന് എന്തായാലും മനസ്സിലാക്കാൻ പറ്റണം അവരുടെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച്. അവർക്ക് ഓരോ സമയത്ത് അവർ പോകുന്ന സമയത്ത് ഒരുപാട് ലോങ് പ്രോസസ്സുകൾ അതുപോലെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ഷേപ്പ് ചെയ്യേണ്ടത്, അവരുടെ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിക്കണം. ഓരോ കാര്യങ്ങളും സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള സെൽഫ് എസ്റ്റീംസ് ഉണ്ടാവണം. സോ ദേ ഡെവലപ്പ് എ സെൻസ് ഓഫ് മൊറാലിറ്റി ആസ് ദേ ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിഫറൻസ്, ഒരു മൊറാലിറ്റി അവർക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത്. സോ നാലാമത്തതാണ് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. ചിൽഡ്രൻ ആൾസോ ഡെവലപ്പ് സെക്ഷുവലി ആൻഡ് ഫോം എ ജെൻഡർ ഐഡൻറ്റിറ്റി. അവരുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാവണം. നമ്മൾ ഓരോ കുട്ടികളും ജനിക്കുന്ന സമയത്ത് അവർക്ക് ജെൻഡറിനെ കുറിച്ച് അറിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. സോ അവർ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറും അവരുടെ ജെൻഡറും അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ സെക്ഷുവാലിറ്റി ഇതിനെക്കുറിച്ചെല്ലാം അവർ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് സ്പാൻസ് ഡെവലപ്മെൻറ്റ്സ് അക്രോസ് ദ അതർ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ചാനൽസ്. ഇതൊരു യുണീക്കായി ആയിട്ടുള്ളൊരു സംഭവമാണ് സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിനകത്ത് മറ്റുള്ള ഫിസിക്കലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, സോഷ്യൽ ചാനൽസുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ കൂടുതലായിട്ടും ഇത് മനസ്സിലാക്കുന്നത്. ചിൽഡ്രൻ ലേൺ ഹൗ ദെയർ ബോഡീസ് വർക്ക് ആൻഡ് ലുക്ക് ആൻഡ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ ബോയ് ഓർ എ ഗേൾ. എന്താണ് ഒരു ബോയ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു ഗേൾ എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം അവർ മനസ്സിലാക്കുകയാണ്. അവരുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ ബോഡിയുടെ ലുക്ക് എങ്ങനെയാണ്, അവരൊരു ആണിനെ പോലെ ഒരു പെണ്ണിനെ പോലെ എന്നുള്ളതെല്ലാം അവർ പഠിക്കുകയാണ്. സോ അതെല്ലാം റിയലൈസ് ചെയ്യുന്ന ഓരോ പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അവരുടെ കൂടെയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവരുടെ അതേപോലെയുള്ള ഓർഗൻസ്, ബോഡി ഷേപ്പ്, ബോഡി നാച്ചർ, അവരുടെ ക്യാരക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അവരുടെ ഇഷ്ടങ്ങൾ അതെല്ലാം സെയിം ആയിരിക്കും. ഒരു ബോയ് ആണെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നത് വേറെ ആയിരിക്കാം. അവരുടെ ബോഡി സ്ട്രക്ചർ, അവരുടെ സെക്ഷുവാലിറ്റി അവരത് മനസ്സിലാക്കുകയാണ്. സോ ദേ ലേൺ ഹൗ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഡിഫറെൻറ്റ്. എങ്ങനെയാണ് ഒരു ബോയും ഗേളും ഡിഫറെൻ്റ് ആകുന്നത്. ആസ് ദേ ഗ്രോ ഓൾഡർ ആൻഡ് എൻ്റർ അഡോളസെൻ്റ് ആൻഡ് പ്യൂബർട്ടി ദേ കണ്ടിന്യൂ ടു ലേൺ how their bodies work sexually and how to responsibly handle their sexuality so as to balance their sexual desires and appropriate behavior. അവർ ഓരോ സമയത്തിനനുസരിച്ചും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ബോഡി എങ്ങനെയാണ് സെക്ഷുവലി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, അവരുടെ സെക്ഷൽ ഡിസയേഴ്സ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അതെല്ലാം അവർ പഠിക്കുകയാണ്. സോ ദേ കണ്ടിന്യൂ ടു ഡിസൈഡ് ഫോർ ദെംസെൽസ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ മെസ്കുലീൻ ഓർ ഫെമിനൈൻ ത്രൂ ഔട്ട് ദിയർ ലൈഫ് സ്പാൻ. എങ്ങനെയാണ് മെസ്കുലിനായിട്ട് അല്ലെങ്കിൽ ഒരു ഫെമിനൈനായിട്ട് ത്രൂ ഔട്ട് ലൈഫ് സ്പാനിൽ നിൽക്കേണ്ടത് എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കുകയാണ്. സോ ദ ഡിഫറെൻറ്റ് തിയറീസ് ഹാവ് കം ടു ഡിഫറെൻറ്റ് കൺക്ലൂഷൻസ് കൺസേണിങ് ഹൗ എക്സാക്ട്ലി ചിൽഡ്രൻ ഡെവലപ്പ് അക്രോസ് ദ വേരിയസ് ഡെവലപ്മെൻറ്റൽ channels. Some theorists believe that children develop smoothly and continuously, but other theorists believe that children develop more discretely in a series of stages, each of which is fairly stable. ഒരുപാട് തിയറിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സം തിയറിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഡെവലപ്പ് ചെയ്യുന്നത് സ്മൂത്ത് ആയിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടാണെന്നാണ്. പക്ഷേ മറ്റുള്ള തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ചിൽഡ്രൻ ഡെവലപ്പ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ്ലിയും അതുപോലെ തന്നെ സീരീസ് ഓഫ് സ്റ്റേജസും ആയിട്ടാണെന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ടല്ല, സീരീസ് ഓഫ് സ്റ്റേജസ് ആയിട്ടാണെന്നാണ്. സോ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാം. ഇനി എന്താണ് ക്രിട്ടിക്കൽ പീരീഡ്സ് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ദർ ആർ certain periods of development known as difficult periods or critical periods. It is said that children who do not get special stimulation during their time of receptivity may get stuck at this period.
അതായത് ഒരു ചിൽഡ്രൻ എന്ന് പറയുന്നത് ഗ്രോ അപ്പ് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റിമുലേഷൻസ് ആവശ്യമാണ്. ആ ഒരു സ്റ്റിമുലേഷൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവർ അവിടെ സ്റ്റെക്കായി നിൽക്കും. ആ ഒരു പീരീഡിനകത്ത് അവർ സ്റ്റെക്കായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ചിൽഡ്രൻസ് ലേൺ ടു ട്രസ്റ്റ് ദ പാരൻസ് ഇഫ് പാരൻസ് ആർ കൺസിസ്റ്റൻ്റ്ലി ലവിങ്. അതായത് ചിൽഡ്രൻസ് അവരുടെ പാരൻസിനെ എപ്പോഴാണ് വിശ്വസിക്കുക? അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ലവും കെയറും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ പാരൻസിനെ അവർ ട്രസ്റ്റ് ചെയ്യും. സോ ദ അഫെക്ഷനേറ്റ് ആൻഡ് ഗിവ് ദ ചൈൽഡ് കെയർ ആൻഡ് ലവ് അൺകണ്ടീഷണലി. ഒരു അൺകണ്ടീഷനായിട്ട് നമ്മൾ ലവും കെയറും എല്ലാം ആ ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കുട്ടി ട്രസ്റ്റ് വർത്തി ആയിരിക്കും. So in such cases, the child learn to trust its parent and from the onwards other adults in the environment. ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള മറ്റുള്ള ആളുകളെയും അതുപോലെ തന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ട്രസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുമെന്നുള്ളതാണ്. So however, if the child is neglected and abused, not given the care, affection and love, he or she may develop distrust of parents and his distrust will be transferred to other adults in the environment. ചില കുട്ടികൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ആരാലും സ്നേഹിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ, കെയറും അഫെക്ഷനും ലവും ഒന്നും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അവരവരുടെ പാരൻസിനെ വിശ്വസിക്കില്ല. അത് മറ്റുള്ള എൻവയോൺമെൻറ്റിലുള്ള അഡൾട്ട്സിനേക്കും അത് ബാധിക്കും എന്നുള്ളതാണ്. ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ് ഈവൻ ദോ the child's development may have been adversely affected, if he or she is given an opportunity to be with foster parents who care and love the child, the later develops the capacity to trust other adults too in course of time. ആരെങ്കിലും മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ അവരുടെ പാരൻസിൽ നിന്നും കെയറോ അഫെക്ഷനോ കിട്ടാതിരുന്നു കഴിഞ്ഞാലും മറ്റുള്ളവരുമായിട്ട് അവർക്ക് അഫെക്ഷനും കെയറും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പറ്റിയേക്കാം മറ്റുള്ളവരെ വിശ്വസിക്കാനും അവരുടെ കൂടെയുള്ളവരെയും അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെ വിശ്വസിക്കാനും എല്ലാം അവർക്ക് സാധിച്ചേക്കാം. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാട് എക്സ്റ്റെൻഡ് ആയി പോകുന്നതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.